ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദ SP ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വേദ അകത്തേക്ക് കയറി വന്നു കേട്ടോ. അപ്പോൾ സാറ് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ചു. അപ്പോൾ താങ്ക് യു സർ. സർ, ഞാനൊരു പരാതി ബോധിപ്പിക്കാൻ വന്നതാ. പറയൂ, എന്താ നിങ്ങളുടെ പരാതി? എൻ്റെ ഹസ്ബൻഡ് വിക്രമിനെ മിനിങ്ങാന്ന് രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയാളുടെ ജാമ്യത്തിലെടുത്തതാണല്ലോ. ഉവ്വ് സാർ, അത് ശരിയാണ്. പക്ഷെ ആ കേസ് അതിപ്പോഴും ഉണ്ടല്ലോ സാർ. ആ കേസ് ഫേക്ക് ആണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് സാർ. പോലീസ് അന്വേഷിച്ച് സത്യം ബോധ്യപ്പെട്ട കേസാ. സാക്ഷികളും ഉണ്ട്. നിങ്ങളുടെ ഭർത്താവ് നിരപരാധിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനി അത് കോടതിയിൽ വാദിച്ചാ പോരെ? അത് സാധിക്കാവുന്നതേ ഉള്ളൂ സാർ. പക്ഷെ അപ്പോഴും തെറ്റ് ചെയ്തയാള് അത് പുറത്തുണ്ടാവുമല്ലോ സാർ. അതുകൊണ്ടാ സാർ വിക്രം പോലീസിന് കൊടുത്ത മൊഴിയല്ല അവർ FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടിലേക്ക് വരുന്ന വഴി ആരോ വിക്രത്തിന്റെ വണ്ടിക്ക് നേരെ പടക്കമെറിഞ്ഞു. അത് മാത്രമല്ല സർ, വിക്രം വണ്ടി നിർത്തിയപ്പോ മദ്യം നിറച്ച ബലൂണുകൾ ദേഹത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അതിലൊരാളെ പിന്തുടർന്നാണ് വിക്രം രമ്യ എന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ വെച്ച് ആ ആളാണെന്ന് കരുതിയാണ് രമ്യയെ കയറി പിടിക്കുകയും ചെയ്തത്. ആ നിമിഷം രമ്യ പുറത്തിറങ്ങി വാതിൽ പൂട്ടുകയും ചെയ്തു. മദ്യപിച്ച് ബോധമില്ലാതെ സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. പക്ഷേ എന്നാൽ വിക്രം മദ്യപിച്ചു എന്ന് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല സർ. അതാണ് സർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് വക്കീൽ വാദിച്ച പ്രധാനപ്പെട്ട പോയിന്റും അത് തന്നെയായിരുന്നു സർ. ശരി, ഞാൻ ഇവിടെ വന്നത് വിക്രത്തിന്റെ നിരപരാധിത്വം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പകരം വിക്രത്തിനെ ട്രാപ്പിലാക്കാൻ ആരൊക്കെയോ ചേർന്ന കെണിയെ പറ്റിയും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ക്രിമിനലിനെ പറ്റിയും പരാതി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സർ. വിക്രം അകത്ത് കയറിയപ്പോ രമ്യ റീൽസ് എടുക്കുകയായിരുന്നു എന്നായിരുന്നു പോലീസിനോട് പറഞ്ഞത്. ആ സമയത്ത് കറണ്ടും പോയത്രേ. എന്നാൽ ആ സമയം തൊട്ടപ്പുറത്തുള്ള വീടുകളിലെല്ലാം കറണ്ട് ഉണ്ടായിരുന്നു സർ. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലാത്ത രമ്യ ഇരുട്ടത്തും റീൽസ് എടുത്തു എന്ന് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യം പോലീസ് ഇതുവരെ നോട്ട് ചെയ്തിട്ടില്ല സർ. അതുകൊണ്ട് തന്നെ രമ്യ ഉമ്മറവാതിൽ കുറ്റിയിട്ടു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അകത്ത് ആദ്യം കയറിയ ആൾ വിക്രം പിന്നാളെ കയറി എന്ന് ഉറപ്പാക്കിയ ശേഷം പുറകിലൂടെ വാതിലൂടെ ഇറങ്ങിയ ശേഷം പുറത്തോടെ പൂട്ടിയത് എന്തിനാണ് സർ? അതാണ് മനസ്സിലാവാത്തത്. വിക്രത്തെ അകത്ത് പെടുത്തണം എന്നുള്ളൊരു വിചാരം മാത്രമായിരുന്നില്ലേ അതിന്റെ പിറകില്? ഈ രമ്യയുടെ ബാങ്ക് രേഖകൾ ഞാൻ അന്വേഷിച്ചു സർ. അപ്പോ അവരുടെ അക്കൗണ്ട് നെയിം എന്ന് പറയുന്നത് വിജയലക്ഷ്മി എന്നുള്ളതാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ അവർക്ക് ഏതൊക്കെയോ അക്കൗണ്ടുകളിൽ നിന്ന് പണം വന്നിട്ടുണ്ട് സർ. അത് ഞാൻ അന്വേഷിക്കുകയും ചെയ്തു. പോലീസ് ആവശ്യപ്പെട്ടാൽ അതിന്റെ രേഖകൾ ബാങ്കിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. പക്ഷെ രമ്യ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഞാൻ അന്വേഷിച്ചു. വിജയലക്ഷ്മി എന്നൊരു പേര് അവർ ആരും ഓർക്കുന്നതേയില്ല. കാരണം രേഖകളിൽ വിജയലക്ഷ്മി എന്നാണ് എങ്കിലും അവിടെ അറിയപ്പെട്ടിരുന്നത് സൗമ്യ എന്നായിരുന്നു. അതുകൊണ്ട് 2 വർഷം മുൻപ് ഒരു സാമ്പത്തിക കുറ്റത്തിന് അവളെ അവിടുന്ന് പിടിച്ചുവിടുകയും ചെയ്തതാണ് സർ. ഒരേ ആൾ പലയിടങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു കള്ളത്തരം അല്ലേ സർ? എന്താ ശരിയല്ലേ സർ? ഒരു ഹാബിച്വൽ ക്രിമിനലാണ് ഈ രമ്യ. അവളെ അറസ്റ്റ് ചെയ്താൽ ഈ കേസിന്റെ സത്യാവസ്ഥ ഫുൾ ബോധ്യപ്പെടും സർ എന്ന് പറഞ്ഞു. വിക്രമിനെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് മുൻപ്. പക്ഷേ അതൊന്നും വിക്രം ഈ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കാനുള്ള തെളിവുകളൊന്നും ആവുന്നില്ലല്ലോ സർ. സാറിന് വേണ്ട രേഖകളെല്ലാം ദാ ഈ ഫയലിലുണ്ട് എന്ന് പറഞ്ഞ് വേദ ഈ ഫയൽ കൊണ്ട് നമ്മുടെ SP-ക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം ഇതെല്ലാം വാച്ച് ചെയ്തു കേട്ടോ. നോക്കിയ ശേഷം താൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. യെസ്, നമുക്കാദ്യം ആ രമ്യയെ തന്നെ നമുക്ക് പൊക്കാം, ബാക്കി പിന്നെ ആലോചിക്കാം. നേരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പം വേഗം തന്നെ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കണം. എടോ, ആ സെക്ഷൻ അബ്യൂസിൽ കേസ് അന്വേഷിച്ച ഇൻസ്പെക്ടർ സാബുലേൻ അയാളോട് ഉടനെ തന്നെ SP ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പറയണം. ശരി സാർ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ നമുക്ക് അന്വേഷിക്കാടോ, താൻ വിഷമിക്കാതെ. താങ്ക് യു സാർ. അപ്പൊ ഈ സമയത്താണ് വിക്രം നമ്മുടെ എന്താ പറയാ ശ്രീനിവാസന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ വേഗം തന്നെ സുധ മണ്ടയിൽ നിന്ന് കണ്ടു. എന്നിട്ട് വേഗം ശ്രീനിവാസന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അതെ, അവൻ വരുന്നുണ്ട്. ആര്? നിങ്ങളുടെ ശിഷ്യൻ വിക്രം ആണോ? അപ്പൊ വേഗം ശ്രീനിവാസൻ ഇറങ്ങി പോവാണ്. എവിടേക്കാ? എവിടെ ഇറങ്ങി പോവണ്ട, അവനോട് ഞാൻ സംസാരിച്ചോളാം. അവൻ പുറത്തിറങ്ങിയിട്ട് ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുമ്പോ ജാമ്യത്തെ ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇപ്പോഴും കേസ് തീർന്നിട്ടൊന്നുമില്ല.
അതുകൊണ്ട് തന്നെ അവനെ ഇപ്പൊ കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. മനസ്സിലായോ? ദേ ഇപ്പൊ കിട്ടിയിട്ടുള്ള സീറ്റ് ഇവൻ കാരണം ജനങ്ങൾ തോപ്പിച്ച് കൈ തരണ മനുഷ്യ പറ. രാഷ്ട്രീയക്കാരന് പുറത്തെന്തെങ്കിലും പറയാനുള്ള ഒരു ശുദ്ധി വേണം. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പഴയ കാലം എന്നും ആളുകളെ എടുത്തലക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാ. ഇനി അതിന്റെ കൂടെ പീഡനക്കേസിന്റെ പ്രതിയെ രക്ഷിച്ചു എന്ന പേരുകൂടി നിങ്ങൾക്ക് വേണോ? എടി അവൻ നിരപരാധിയാണെങ്കിലോ? ആദ്യം അവൻ തെളിയിക്കട്ടെ. അത് തെളിഞ്ഞ ശേഷം അവനെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ രാഷ്ട്രീയക്കാരെ പറയുന്ന 4 ഡയലോഗ് പറഞ്ഞാ പോരെ? അഗ്നിശുദ്ധി തെളിയിച്ചിതാ വന്നിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അമ്മാതിരെ 4-5 വാക്ക് അത്രേ ഉള്ളൂന്നേ. ഇപ്പൊ എന്തായാലും പുറത്തിറങ്ങരുത് കേട്ടല്ലോ. ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു സുധ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വാതില് തുറന്നു. ഇതെന്താ പതിവില്ലാതെ വാതില് തുടച്ചിട്ട്? ഇങ്ങനൊരു പതിവില്ലാത്തതാണല്ലോ ചേച്ചി. അപ്പോഴത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ലോ വിക്രം. വീടിനു പകരം പാർട്ടി ഓഫീസ് ഇതായിരുന്നില്ലേ? ഞാൻ വന്നപ്പോ ചെറിയൊരു ചേഞ്ച്. അതെ, വീടും പാർട്ടി ഓഫീസ് ഇതും. അണികളൊക്കെ പാർട്ടി ഓഫീസില്. ഇവിടേക്ക് വിക്രമിനെ പോലെ പ്രിയപ്പെട്ടവർക്ക് മാത്രം പ്രവേശനം. എന്തേ, നല്ലതല്ലേ? അത് നന്നായി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചേച്ചിക്കും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അത് വിക്രത്തിന് മനസ്സിലാവും. ഇവിടെയുള്ള ആൾക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ലെന്നേ. ആ, കാപ്പി എടുക്കട്ടെ? അയ്യോ വേണ്ട ചേച്ചി, ഞാൻ സാറിനെ കാണാൻ വന്നതാ. അയ്യോ, സാർ ഇപ്പൊ പുറത്തു പോയതേ ഉള്ളൂ വിക്കാൻ. പുറത്തു പോയോ? അപ്പോ കാറിന്റെ പുറത്ത് കിടക്കുന്നേ എന്ന് ചോദിച്ചു. ആ അതാണോ? അതെ, വണ്ടിയിലല്ല പോയത്. എന്ന് ആരൊക്കെയോ രാവിലെ വണ്ടിയുമായി വന്നു, കേറി പോവുകയും ചെയ്തു. അതെയോ? ആ, അല്ല ആ പെണ്ണിന്റെ പരാതി എന്തായി? എന്ത് ചെയ്യാനാ ചേച്ചി, കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. അത് പറയാറായിട്ടില്ല വിക്രം. കേസ് കോടതിയിലെത്തിയില്ലേ? അന്ന് ആ ചേച്ചി എന്നെ കൊണ്ട് പോയ ആ നെയ്യാറ്റിൻകര നാരായണ സ്വാമിയില്ലേ, അയാള് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ ചേച്ചി. വിക്രം, ഞാനും ശ്രീനി സാറും തെറ്റായ സ്ഥലത്ത് നിന്നെ കൊണ്ടുപോവോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ സ്വാമിയോട് പിന്നീട് സംസാരിച്ചു. സ്വാമി പറയുന്നത് നിന്റെ ഈ പ്രശ്നങ്ങൾ തീരുന്നത് വരെ നീ ശ്രീനി സാറിൽ നിന്ന് കുറച്ചു മാറി നിൽക്കുന്നതാ നല്ലതെന്നാ പറഞ്ഞത്. ദേ എന്ന് വെച്ച് വരാൻ പാടില്ല എന്നുള്ളതല്ല കേട്ടോ. എതിർ പാർട്ടിക്കാര് അവസരം നോക്കി നടക്കുവാണെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് സ്ത്രീ വിഷയത്തിൽ അകത്തായവനെ സപ്പോർട്ട് ചെയ്യുന്നവനെ സംരക്ഷിക്കാൻ നടക്കുവാണെന്ന് വന്നാൽ സോഷ്യൽ മീഡിയ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വിക്രം? കാര്യമൊക്കെ വിക്രത്തിന് മനസ്സിലായി. പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ആളുകൾ കുത്തിപ്പൊക്കോ. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ആളുകളില്ലാത്ത കുറെ പേരുണ്ട് സോഷ്യൽ മീഡിയയില്. ശ്രീനിയേട്ടൻ അവരെ കുറിച്ചൊരു വാക്ക് പറയൂലോ. എന്താ അത്? ആ, മനസ്സിലായി. സൗവർണ പ്രതിപക്ഷം. ആര് ഭരിച്ചാലും അവര് ഭരിക്കുന്നവർക്ക് എതിരാവും. രാവിലെ എഴുന്നേറ്റ് പല്ലും തേച്ച് ഫോണിലൂടെ രാഷ്ട്രീയക്കാരെ തോണ്ടല ഇവരുടെ പ്രധാന പരിപാടി. റിട്ടയർഡായിട്ട് വീട്ടിലിരിക്കുന്ന ചിലരുണ്ട്. ശ്രീനിയേട്ടൻ അവരെ കുറിച്ച് ഒരു പേര് പറയൂലോ. അതെന്താ അത്? ആ, ചാരുകസേര ബുദ്ധിജീവികൾ എന്ന് വെച്ചാ വെറുതെ വായിട്ടലയ്ക്കുന്ന ബുദ്ധിജീവികൾ. നീയായിട്ട് ശ്രീനി സാറിനെ അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കരുത്. വറുത്തെടുക്കും അവര്. ഈ ഇലക്ഷൻ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞോട്ടെ. അപ്പം വിക്രത്തിന് കാര്യം മനസ്സിലായി. അപ്പൊ വിക്രം ഒന്ന് ചിരിച്ചു കേട്ടോ. അല്ല, അതെ, നിന്നെ ഒഴിവാക്കിയതാണോ? അല്ല കേട്ടോ. ഇല്ല, മനസ്സിലായി ചേച്ചി. ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ ഏറ്റവും നല്ലൊരു അനുഭവമാണ് സ്ത്രീ വിഷയം. അതെനിക്ക് നന്നായി അറിയാം. അത് ആഘോഷിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്കാരാ ഞാൻ. മുഖേന സാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ചേച്ചി. ഓ ശരി ചേച്ചി, നിനക്ക് നല്ലത് വരട്ടെ മോനെ. ചേച്ചിയുടെ അനുഗ്രഹത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. വിക്രം ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ശ്രീനി സാറിന്റെ ചെരുപ്പ് അവിടെ കിടക്കുകയാണ്. അത് കണ്ടു. അതെ, വിക്രം നോക്കുന്ന കണ്ടപ്പോ തന്നെ വേഗം സുധ പറയാണ്, അതെ ഈ ചെരുപ്പല്ല, വേറെ ചെരുപ്പിട്ടോണ്ടാ ശ്രീനിയേട്ടൻ പുറത്തു പോയത് എന്ന് പറഞ്ഞു. അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ ചേച്ചി എന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് വിക്രം അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ ഇത് കേട്ട് ശ്രീനിവാസൻ ആകെ സങ്കടമായി. കൂടിപ്പോയി സുധേ, അതിന് ഞാൻ തെറ്റായെന്ന് പറഞ്ഞില്ലല്ലോ. ഇനി മുതൽ വരരുതെന്നാ പറഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭേദമായനെ. എന്ത് ചെയ്യാൻ, കുറെ കാലം നിങ്ങളുടെ കൂടെ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയത്തിലെ രീതികളാ ഇപ്പൊ കൂടുതൽ ചേരുന്നത്. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുമ്പോഴാ അതിന്റെ ഒരു രസം. അതിപ്പം നിങ്ങളുടേതാണെങ്കിലും. എന്താ, ഞാൻ തണുത്ത എന്തെങ്കിലും എടുക്കട്ടെ, ഉള്ളിലെ ചൂടൊന്ന് കുറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധാകത്തേക്ക് പോവാണ്. ഇത് കേട്ട് കല്ലി വന്ന് നിൽക്കുകയാണ് കേട്ടോ.
പിന്നെ കാണുന്നത് രമ്യനെയാണ്. രമ്യ പച്ചക്കറിക്കടയിൽ കയറി എന്തോ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് സ്കൂട്ടി എടുത്ത് പോകാൻ തുടങ്ങിയപ്പം സ്കൂട്ടിയുടെ താക്കോൽ ഒരാൾ ഊരി. മറ്റാരുമല്ല, നമ്മുടെ വേദ തന്നെ. വേദ ഇങ്ങനെ ഫ്രണ്ടിൽ ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. രമ്യ ഒന്ന് ഞെട്ടി തരിച്ചു പോയി കേട്ടോ. എന്താ, പോയിട്ട് തിരക്കുണ്ടോ? ഉണ്ടെങ്കിൽ എന്നാ മോളിപ്പോ തൽക്കാലം സാവകാശം പോകേണ്ടി വരും. അപ്പൊ വേഗം തന്നെ മോള് തൽക്കാലം എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. എവിടേക്കാ? അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അറിഞ്ഞാ പോരെ. ദേ കളിക്കാൻ നിൽക്കല്ലേ, ആ താക്കോലിങ്ങന്നെ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നീ വന്നേ പറ്റൂ. താക്കോലിങ് തരാനാ പറഞ്ഞത്. ദേ നീ വന്നില്ലെങ്കിൽ കൊണ്ടുപോകാനുള്ളവരും എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇതാ അങ്ങ് നോക്ക്. അപ്പൊ നമ്മുടെ സാബു സാറും ഗ്യാങ്ങും അവിടെ വെയിറ്റ് ചെയ്യാണ്. വേദ ഇവിടെ മാറുതെന്ന് വർത്താനം പറഞ്ഞു എന്ന് മാത്രം. സാബു സാർ, അതെ, നിന്നെ രാത്രി തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് മൊഴി എളപ്പിച്ചു വിട്ട ഇൻസ്പെക്ടർ സാബു തന്നെയാണ്. നിന്നെ കൊണ്ട് SP ഓഫീസിലേക്ക് പോവാനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിന്നെ പോലൊരു ഫ്രോഡിനോട് മര്യാദ ഒട്ടും പാടില്ലാത്ത, എന്നാലും ആളുകളുടെ മുന്നിൽ വെച്ച് പോലീസിനെ കൊണ്ട് ജീപ്പിൽ പിടിച്ചു കയറ്റണ്ട എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് മാത്രം നാളെ പത്രങ്ങളിലൂടെ നിന്റെ തനി നിറം പുറത്തു വരുമ്പോ ആളുകൾ അറിയട്ടെ. അതല്ലേ അതിന്റെ ഒരു മര്യാദ. അപ്പൊ വേഗം തന്നെ മോള് വാ, എന്റെ കൂടെ വന്ന് വണ്ടി കയറാം. ഇപ്പൊ ചുറ്റിനും നീ നോക്കുകയാണ്. രക്ഷപ്പെടാനാണെങ്കിൽ അത് നോക്കണ്ട. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കണോ? വേണ്ട, ഞാൻ വരാം. വെരി ഗുഡ്, ഗുഡ് ഗേൾ പോര് എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെയും കൂട്ടിക്കൊണ്ട് നേരെ സാബു സാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാ സാറ് ഇവളെയും കൊണ്ടങ്ങ് ചെല്ലാം, അപ്പോഴേക്കും ഞാൻ പുറകെ എത്തിയേക്കാം. പിന്നെ സാബു സാറേ, ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ പതിവ് പരിപാടി ഉണ്ടല്ലോ, പ്രതി ഇറങ്ങി പൂടി രക്ഷപ്പെട്ടു എന്നുള്ളൊരു നാടകം, ഇവളുമായി ചേർന്ന് ആ അടവ് എടുക്കണ്ട കേട്ടോ സാറേ. ഇനി അത് SP ഇടപെട്ട കേസാ, അത് സാബു സാറ് മറക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല, എന്നാ ചെല്ല് എന്ന് പറഞ്ഞു. അറിയാമേ, ഇവിടെ വിളിച്ച് കയറ്റ എന്ന് പറഞ്ഞു. അപ്പൊ അവരെ അകത്തേക്ക് വിളിച്ച് പോലീസ് സ്റ്റേഷന്റെ പോലീസ് വണ്ടിയെ കയറ്റി നേരെ SP ഓഫീസിലേക്ക് ചെല്ലുകയാണ്. SP ഫ്രണ്ടിലാണ്. ഇതിനു മുൻപ് 3 തവണ മോഷണ കുറ്റത്തിന് നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉണ്ടല്ലേ? അതിൽ ഒരു തവണ നിങ്ങൾ കേസ് തെളിവില്ലാതെ തള്ളിപ്പോയി. പക്ഷെ 2 തവണ മേലധികാരികളെ സ്വാധീനിച്ച് കേസ് പിൻവലിപ്പിക്കുകയും ചെയ്തു. ഇത്തവണ എത്ര രൂപയ്ക്കാ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് പറ? മിണ്ടാതിരിക്കാണ് ഇവള്. അതെ, 2 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആരാ അയച്ചു തന്നിരിക്കുന്നത്? വേഗം പറഞ്ഞു. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സഹകരിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് മെനങ്ങേടേണ്ടി വരും. ലീനെ എന്ന് വിളിച്ചു. അപ്പൊ മേഡത്തോട് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാരെ. കയ്യിൽ ലാത്തിയും വെച്ചോണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ പറയടി. അയ്യോ വേണ്ട, ഞാൻ സത്യമായിട്ട് തന്നെ പറയാം. തന്നെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് നമ്മുടെ SP ഓഫീസിൽ ചെന്നിരുന്ന് പറയുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ട് വേദ ഇപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ. ഫോട്ടോ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ, ഇവള് പറയുന്ന ഓരോ കാര്യങ്ങളും. അപ്പൊ ഇതെല്ലാം കേട്ടു SP ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വേദ അതിലേറെ ഷോക്കായി പോയി കേട്ടോ. അതാണ് സത്യം. ഈ കേസിൽ വിക്രം നിരപരാധിയാണ് സർ എന്ന് പറഞ്ഞു. അഭിലാഷ് പറഞ്ഞിട്ടാ ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് അവള് സമ്മതിക്കുകയും ചെയ്തു. ആ അഭിലാഷ് എവിടെയായിരുന്നാലും പൊക്കിയിരിക്കണം സർ. യെസ് സർ എന്ന് പറഞ്ഞു. അപ്പൊ വേദ ആകെ ഷോക്കായി പോയി. പിന്നെ കാണുന്നത് ഒരു 3-4 അവന്മാരെയാണ് കേട്ടോ. അവന്മാര് അവിടെ നിന്ന് ഇങ്ങനെ ജ്യൂസ് കുടിക്കാണ്. അതായത് അഭിലാഷിന്റെ സെറ്റിലുള്ള 3-4 പേര് ഇങ്ങനെ പോകും. വിക്രം ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവന്മാരവിടെ നിൽക്കുന്നതാണ്. പെട്ടെന്ന് വിക്രത്തിന് ഓർമ്മ വന്നു, ഈ മുടിയുള്ള ഒരുത്തൻ അവനാണ് വിക്രത്തിനെ ഓടിച്ച് നമ്മുടെ രമ്യയുടെ വീട്ടിലേക്ക് കയറ്റുന്നത്. അത് പെട്ടെന്ന് വിക്രത്തിന് ഓർമ്മ വന്നു കേട്ടോ. ഇവന്മാരിങ്ങനെ നോക്കുമ്പോൾ ഡാ വിക്രം ജോസെ എന്ന് പറഞ്ഞു. വിക്രം വണ്ടി ഇങ്ങനെ തിരിച്ചു വരുമ്പം ഇവന്മാര് 3 പേരൂടെ ഓടുകയാണ്. നിക്കട അവിടെ എന്ന് പറഞ്ഞ് പുറകെ ചെന്നെങ്കിലും ബാക്കി 2 അവന്മാർ ഓടി. ഒരുത്തനെ, അതായത് ഇവന്റെ പുറകെ ഓടിച്ച അവനെ ചവിട്ടി വിക്രം താഴെ ഇട്ടു കേട്ടോ. മറ്റവന്മാരെ ഓടി പോടാ എന്ന് പറഞ്ഞു. രക്ഷിക്കടാ എന്ന് പറഞ്ഞപ്പം അവന്മാരെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എടാ പോവല്ലടാ എന്ന് പറഞ്ഞ ഇവനും. അപ്പം വേഗം തന്നെ വിക്രം, എന്റെ എടാ ഇമ്മാതിരി പണിക്കിറങ്ങുമ്പോ ചത്താലും കൂടെ നിൽക്കുന്നവന്മാരെ വേണ്ടടാ കൂടെ നിർത്താൻ. പേടിത്തൂറികളെ വേണോ? എടാ പോവില്ലടാ എന്ന് പറഞ്ഞ ഇവനും. നീ അന്നാ പെണ്ണിന്റെ വീട്ടിലേക്ക് ഓടിച്ചു കയറ്റിയത് ഒരു കൊട്ടേഷൻ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇനി അറിയേണ്ടത് ഒരു കാര്യം മാത്രം, ആരാ ഇതിന്റെ പിന്നിൽ ഏൽപ്പിച്ചത് എന്നാ. പറയടാ, സത്യം പറ. ജീവിതത്തിൽ പല കേസുകളും എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും
ഒരു പെണ്ണ് കേസിൽ ഞാൻ ഇന്ന് വരെ അകത്ത് പോയിട്ടില്ല, അതിൽ ഭേദം മരിക്കുന്നതാടാ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിന്നെ എന്നാ പിന്നെ ആ അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ച നിന്നെ തീർക്കുന്നതല്ലേടാ നല്ലത്. ഇപ്പൊ കത്തി ഊരി പിടിച്ച് വിക്രം ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് കത്തി ഇങ്ങനെ ഒരു വയറ്റത്ത് പയ്യെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുക. പറയടാ, സത്യം പറയടാ, ഇല്ലെങ്കിൽ ഞാൻ കൊല്ലണോ? പറയാം, അഭിലാഷ പറഞ്ഞിട്ടാ എന്ന് പറഞ്ഞു. കാര്യമൊക്കെ മനസ്സിലായി. അതെ, അഭിലാഷും കുറച്ച് രണ്ടുപേരും കൂടെയുണ്ട്. അപ്പൊ അവന്മാര് ഒരു എന്താ പറയുക ഒളിത്താവളത്തിലിരുന്ന് രണ്ടെണ്ണം അടിച്ചൊക്കെ സെറ്റായിരിക്കുകയാണ്. അപ്പൊ ഈ ശ്രീകാര്യം ശ്രീനിവാസൻ ആരാടാ? ഈ നാട്ടിലേക്ക് കടക്കരുതെന്നാ പറഞ്ഞത്. ഇവിടെയുള്ളവർ മുഴുവൻ അയാൾക്ക് കപ്പം കൊടുത്ത് വേണോ ജീവിക്കാൻ? ഒരു ഡ്യൂക്കിലെ പാർട്ടിയും അതിന്റെ ഒരു നേതാവും. ഭരണത്തിൽ സ്വാധീനമുള്ള പാർട്ടിയാ വിക്രം. അതിന്റെ യുവജന നേതാവാകാൻ പോകുന്ന ആളും. ഇനി അവൻ ഒരു നേതാവാകാനും പോകുന്നില്ല. നീ അങ്ങനെ കണക്കാക്കണ്ട. അവൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് നീ അറിഞ്ഞല്ലോ. അത് ഞാൻ അറിഞ്ഞു. ഇറങ്ങും. നല്ലൊരു വക്കീല് വിചാരിച്ചാല് അവൻ ജാമ്യത്തിൽ ഇറങ്ങുമെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് അവനെ ജയിലിൽ അയക്കണം എന്നൊരു വിചാരം ഉണ്ടായിരുന്നില്ലെന്നേ. പക്ഷെ എത്ര അടിപിടി ഉണ്ടാക്കിയാലും നാട്ടുകാരുടെ മുൻപില് അവനൊരു നല്ല പിള്ള എന്നൊരു ഇമേജ് ഉണ്ടായിരുന്നല്ലോ. അതൊന്ന് പൊളിച്ചെടുക്കണം എന്നുള്ളൊരു വഴി മാത്രം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പൊ വേഗം തന്നെ ഇങ്ങനെ നിൽക്കണം. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം പാഞ്ഞു വരുന്ന ആളാണല്ലോ ശ്രീകാര്യം ശ്രീനിവാസൻ. പക്ഷെ പോലീസ് അവനെ തൂക്കി നിറഞ്ഞിട്ട് ഇത്തവണ അയാൾ അനങ്ങിയോ? അനങ്ങില്ല. അതാണ് ഈ പെണ്ണ് കേസിന്റെ ഒരു പവറേ. പിന്നെ പെൺവിഷയത്തിൽ ചേത്തപ്പേര് വന്നാലേ അയാൾക്ക് ഒരു കൈവിട്ടു പോകുന്ന അയാൾക്കറിയാം. അത് തന്നെ കാരണം. അതുകൊണ്ട് തന്നെയാടാ ഒരു പെണ്ണും ഇങ്ങനെ ഒരു കേസ് സഹിക്കില്ല. അവനെ വിശ്വസിച്ച് കൂടെ വന്ന അവന്റെ ഭാര്യ ഇതോടെ അവനെ വിട്ട് അപേക്ഷിച്ചു പോയിക്കോളും. വീട്ടുകാരും നാട്ടുകാരും അവനെ തള്ളിപ്പറയും. പിന്നെ ശ്രീനിവാസനും പാർട്ടിയും അവനെ പുറത്താക്കും. ഇത്രയൊക്കെ അങ്ങനെ ഒരു വിക്രത്തിനെ പിന്നെ എന്തിനു കൊള്ളാടാ? വെട്ടി നുറുക്കിയിട്ടാലും ഒരു പട്ടിക്കുഞ്ഞു പോലും ചോദിക്കാനില്ല. ഇവര് ഭയങ്കര ആത്മവിശ്വാസത്തിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ വിക്രം അവിടേക്ക് കയറി വരുന്നത്. എന്നിട്ട് വിക്രം ഇവനെ നോക്കി ഒരു ചിരി അങ്ങ് ചിരിച്ചു. എന്താ പറയാ, അഭിലാഷിന്റെ അണ്ടക്കടാഹം വരെ എന്താ പറയാ പൊകഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പേടിച്ച് വരണ്ട് കണ്ണിങ്ങനെ തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ ഒരു മാസ് എൻട്രി ഉണ്ട് നമ്മുടെ വേദയുടേത്. കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണേ. രാവിലെ തന്നെ വിശേഷമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ബൈ ബൈ ആൻഡ് സീ യു അഗൈൻ.